കാറ്റും കോളും ആകെ അടങ്ങി. നീലക്കൊടുവേലി അതിൻ്റെ പൂർണ്ണപ്രഭയോടെ തറയിൽ തിളങ്ങി നിന്നു. പക്ഷേ മനയുടെ ഉള്ളറകളിൽ നിന്ന് കേട്ട ആ പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ അന്തരീക്ഷത്തെ വീണ്ടും ഭയപ്പെടുത്തുന്നതാക്കി മാറ്റി. സേതുവും ഉണ്ണിയും പേടിയോടെ പരസ്പരം നോക്കി. കൈപ്പത്തിവേലു തൻ്റെ വടി നിലത്ത് കുത്തി പതുക്കെ എഴുന്നേറ്റു. അയാളുടെ മുഖത്ത് വലിയൊരു തിരിച്ചറിവിൻ്റെ ഭാവമുണ്ടായിരുന്നു. മാമ, അതാരാണ് കരയുന്നത്? മുത്തശ്ശിയുടെ വേറെ എന്തെങ്കിലും മായയാണോ? ഉണ്ണി വേലുവിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അല്ല, ഇത് മായയല്ല. ഇത് 30 വർഷങ്ങൾക്ക് മുൻപ് ഈ മനയിൽ വെച്ച് അപ്രത്യക്ഷനായ ആ ചെറിയ കുട്ടിയാണ്, അധികാരിയുടെ ഏക മകൻ. വേലു മനയുടെ വാതിലിലേക്ക് നോക്കി പതുക്കെ പറഞ്ഞു. അവർ മൂവരും പതുക്കെ മനയുടെ ഉമ്മറത്തേക്ക് നടന്നു. നീലക്കൊടുവേലിയുടെ വെളിച്ചം മനയ്ക്കുള്ളിലേക്ക് അടിച്ചു കയറിയപ്പോൾ അവിടുത്തെ കറുത്ത നിഴലുകളെല്ലാം പൂർണ്ണമായി മാഞ്ഞുപോയിരുന്നു. കരച്ചിൽ കേട്ട വടക്കിനിയിലെ ചെറിയൊരു മുറിയിലേക്ക് അവർ നടന്നു. അവിടെ തറയിൽ ഒരു പഴയ മരപ്പെട്ടിയുണ്ടായിരുന്നു. ആ പെട്ടിക്ക് മുകളിൽ വിചിത്രമായ ചില താലപ്പൊലികൾ വരച്ചിട്ടുണ്ടായിരുന്നു. സേതു പതുക്കെ ആ പെട്ടി തുറന്നു. പെട്ടെന്ന് ആ പെട്ടിയിൽ നിന്ന് ഒരു വെളുത്ത പുക ഉയർന്നു വന്നു. ആ പുക പതുക്കെ ഒരു കൊച്ചുകുട്ടിയുടെ രൂപം കൈവരിച്ചു. പക്ഷേ ആ രൂപത്തിനു പിന്നാലെ പെട്ടിയുടെ അടിത്തട്ടിൽ നിന്ന് തിളങ്ങുന്ന മറ്റൊരു വസ്തു കൂടി സേതുവിൻ്റെ കണ്ണിൽപ്പെട്ടു. അതൊരു പഴയ ഭൂപടവും ഒരു താക്കോലുമായിരുന്നു. സേതു, ആ താക്കോൽ എടുക്കൂ. ആ വെള്ളവസ്ത്രം ധരിച്ച കാവൽക്കാരി മുത്തശ്ശി അവർക്ക് പിന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു. നീലക്കൊടുവേലി വിരിഞ്ഞതോടെ ഈ മനയിലെ ആത്മാക്കൾക്ക് മോക്ഷം ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ ചെങ്ങഴി മുത്തശ്ശി ഒളിപ്പിച്ചു വെച്ച യഥാർത്ഥ നിധി ഇനിയും ബാക്കിയുണ്ട്. ആ നിധി കാക്കുന്നത് ഈ ഗ്രാമത്തിൻ്റെ തന്നെ ആയുസ്സാണ്. ആ കൊച്ചുകുട്ടിയുടെ ആത്മാവ് സേതുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നീട് അത് വായുവിൽ അലിഞ്ഞുപോയി. അതോടെ മനയ്ക്കുള്ളിൽ 30 വർഷമായി തങ്ങി നിന്നിരുന്ന ആ കനത്ത ഭയം പൂർണ്ണമായും ഇല്ലാതായി. പക്ഷേ അവർക്ക് വിശ്രമിക്കാൻ സമയമില്ലായിരുന്നു. സേതു ആ ഭൂപടം നിവർത്തി നോക്കി. അതിൽ ഗ്രാമത്തിൻ്റെ നടുവിലുള്ള പഴയ കുളത്തെക്കുറിച്ചും അതിനിടയിലെ ഒരു ഭൂഗർഭ നിലവറയെക്കുറിച്ചും കൃത്യമായി വരച്ചിട്ടുണ്ടായിരുന്നു. നീലക്കൊടുവേലിയുടെ ശക്തി പൂർണ്ണമാകണമെങ്കിൽ അതിൻ്റെ വേരുകൾ ഈ താക്കോൽ തുറക്കുന്ന ആ നിലവറയിലെ മണ്ണിലെത്തണം. അമാവാസി കഴിയുന്നതിന് മുൻപ് നമ്മൾ അവിടെ എത്തണം, വേലു പറഞ്ഞു. അവർ മനയിൽ നിന്ന് പുറത്തിറങ്ങി കുളക്കരയിലേക്ക് നടക്കാനൊരുങ്ങി. എന്നാൽ കാടിൻ്റെ അതിർത്തിയിൽ ഗ്രാമവാസികൾ എല്ലാവരും പന്തങ്ങളുമായി നിൽക്കുന്നത് അവർ കണ്ടു. അവരുടെ കണ്ണുകൾ ഭയമല്ല, മറിച്ച് ഒരു വിചിത്രമായ ശാന്തതയായിരുന്നു. രാഘവൻ നായരുടെയും മുത്തശ്ശിയുടെയും മന്ത്രശക്തിയിൽ നിന്ന് ഗ്രാമം ഉണർന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് സേതുവിന് മനസ്സിലായി. പക്ഷേ കുളത്തിനടുത്തെത്തിയപ്പോൾ കുളത്തിലെ വെള്ളം മുഴുവൻ വറ്റി വരണ്ട് കിടക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. ആ വറ്റിയ കുളത്തിൻ്റെ നടുവിൽ ചെളി മൂടിയ ഒരു വലിയ കരിങ്കൽ വാതിൽ കാണാമായിരുന്നു. സേതു തൻ്റെ കയ്യിലെ താക്കോലുമായി ആ വാതിലിനടുത്തേക്ക് നീങ്ങി. പക്ഷേ ആകാശത്ത് കരിമേഘങ്ങൾ വീണ്ടും ഒത്തുകൂടാൻ തുടങ്ങിയിരുന്നു. ചെങ്ങഴി മുത്തശ്ശിയുടെ ശാപം ഇത്ര പെട്ടെന്ന് അവസാനിക്കില്ലെന്ന് ആ അന്തരീക്ഷം ഓർമ്മിപ്പിച്ചു. ചെളി മൂടിയ ആ കരിങ്കൽ വാതിലിൻ്റെ നാഗരൂപത്തിലുള്ള താക്കോൽ തുളയിലേക്ക് സേതു വിറയ്ക്കുന്ന കൈകളോടെ ആ പഴയ ഇരുമ്പ് താക്കോൽ ഇറക്കി. ഉണ്ണിയും കൈപ്പത്തിവേലുവും ശ്വാസം അടക്കി പിടിച്ചു നിന്നു. താക്കോൽ തിരിഞ്ഞതും ഭാരമേറിയ ആ കല്ലുവാതിൽ ഭീകരമായ ശബ്ദത്തോടെ പതുക്കെ തുറക്കപ്പെട്ടു. അകത്തേക്ക് നീളുന്നത് ഇരുട്ടിൽ മുങ്ങിയ കുറേ കരിങ്കൽപ്പടികളായിരുന്നു. അതിനുള്ളിൽ നിന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നനഞ്ഞ മണ്ണും കാട്ടുപച്ചമരുന്നുകളും കലർന്ന ഒരു വിചിത്രമായ ഗന്ധം പുറത്തേക്ക് വമിച്ചു. സേതു, സൂക്ഷിക്കണം, ഇത് വെറുമൊരു നിലവറയല്ല, ഗ്രാമത്തിൻ്റെ ജീവനാഡി ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പാതാള അറയാണ്. വേലു തൻ്റെ കരുണച്ചുവടി മുന്നിലേക്ക് ചൂണ്ടി പതുക്കെ മുന്നോട്ട് നടന്നു. അവർ മൂവരും ആ കരിങ്കൽ പടികളിലൂടെ താഴേക്കിറങ്ങി. മുകളിൽ ആകാശത്ത് കരിമേഘങ്ങൾ കൂടുതൽ കറുത്തുരുണ്ട് കൂടുന്നുണ്ടായിരുന്നു. നിലവറയുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്തോറും വായുവിന് കട്ടി കൂടുന്നതായും അന്തരീക്ഷം തണുത്തുറയുന്നതായും അവർക്ക് തോന്നി.
പെട്ടെന്ന് അവർ വന്നെത്തിയത് ഒരു വലിയ ഭൂഗർഭ ഹാളിലേക്കാണ്. ആ ഹാളിൻ്റെ മധ്യത്തിലായി കരിങ്കല്ലിൽ കൊത്തിയെടുത്ത വലിയൊരു ജലസംഭരണി ഉണ്ടായിരുന്നു. അതിശയകരമെന്ന് പറയട്ടെ, ഗ്രാമത്തിലെ കുളത്തിലെ വെള്ളമെല്ലാം വറ്റിപ്പോയത് ഈ സംഭരണിയിലേക്കായിരുന്നു. ആ തെളിഞ്ഞ വെള്ളത്തിനടിയിൽ കോടിക്കണക്കിന് സ്വർണ്ണ നാണയങ്ങളും പഴയ രാജവംശങ്ങളുടെ ആഭരണങ്ങളും തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാണോ ചെങ്ങഴി മുത്തശ്ശി ഒളിപ്പിച്ചു വെച്ച നിധി? ഉണ്ണി അത്ഭുതത്തോടെ കണ്ണുകൾ വിടർത്തി ചോദിച്ചു. അല്ല ഉണ്ണി, യഥാർത്ഥ നിധി അതല്ല. വേലു ആ ജലസംഭരണിയുടെ മധ്യത്തിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ വെള്ളത്തിന് നടുവിലായി ഒരു ചെറിയ കരിങ്കൽ തറയുണ്ടായിരുന്നു. ആ തറയിലെ മണ്ണിലാണ് 30 വർഷങ്ങൾക്ക് മുൻപ് നീലക്കൊടുവേലിയുടെ തായ്ച്ചെടി നിന്നിരുന്നത്. ഇപ്പോൾ അവിടെ ഉണങ്ങി വരേണ്ട കുറേ വേരുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ വേരുകൾക്കിടയിൽ ഒരു പഴയ ചെമ്പ് ചെപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു. സേതു പതുക്കെ ആ വെള്ളത്തിലേക്കിറങ്ങി. തണുത്തുറഞ്ഞ വെള്ളം അവൻ്റെ കാൽമുട്ടുകൾ വരെ എത്തി. അവൻ ആ കരിങ്കൽ തറയ്ക്കടുത്തേക്ക് നടന്ന് തൻ്റെ കയ്യിലിരുന്ന് നീലക്കൊടുവേലിയുടെ തിളങ്ങുന്ന വിത്ത് ആ ഉണങ്ങിയ വേരുകൾക്കിടയിലെ മണ്ണിലേക്ക് പതുക്കെ താഴ്ത്തി വെച്ചു. ആ നിമിഷം ആ വറ്റി വരേണ്ട വേരുകളിലൂടെ ഒരു നീലപ്രകാശം മിന്നൽ പിണർ പോലെ പടർന്നു കയറി. ജലസംഭരണിയിലെ വെള്ളം മുഴുവൻ നീല നിറത്തിൽ തിളങ്ങാൻ തുടങ്ങി. ആ പ്രകാശത്തിൽ നിലവറയുടെ ചുവരുകളിൽ പതുങ്ങിയിരുന്ന ഇരുണ്ട നിഴലുകളെല്ലാം അലറി വിളിച്ചുകൊണ്ട് മാഞ്ഞുപോയി. പക്ഷേ പെട്ടെന്ന് ആ നിലവറയുടെ കവാടം വലിയൊരു ശബ്ദത്തോടെ അടഞ്ഞു. ഹാളിലെ നീല വെളിച്ചം പെട്ടെന്ന് ചോര നിറത്തിലുള്ള ചുവപ്പായി മാറാൻ തുടങ്ങി. ജലസംഭരണിയിലെ വെള്ളം തിളച്ചു മറിയുകയും അതിൽ നിന്ന് കറുത്ത പുക ഉയരുകയും ചെയ്തു. ആ പുകയ്ക്കുള്ളിൽ നിന്ന് ചെങ്ങഴി മുത്തശ്ശിയുടെ ഭയാനകമായ രൂപം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ അവളുടെ രൂപത്തിന് കൂടുതൽ ഭീകരതയുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിച്ചോ ഞാൻ തോറ്റുപോയെന്ന്? മുത്തശ്ശി ക്രൂരമായി ചിരിച്ചു. ഈ നിലവറയുടെ വാതിൽ അടഞ്ഞതോടെ നീലക്കൊടുവേലിയുടെ വെളിച്ചം ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകും. പുറത്ത് നിങ്ങളുടെ ഗ്രാമം ഇപ്പോൾ കറുത്ത ഇരുട്ടിലാണ്. നേരം പുലരുമ്പോൾ ആ ഗ്രാമത്തിൽ ഒരൊറ്റ ജീവൻ പോലും ബാക്കിയുണ്ടാകില്ല. മുത്തശ്ശി തൻ്റെ കൈകൾ വായുവിൽ വീശിയപ്പോൾ നിലവറയിലെ കരിങ്കൽ തൂണുകൾ ഒന്നൊന്നായി പൊട്ടിപ്പൊളിയാൻ തുടങ്ങി. പുറത്തേക്കുള്ള വഴി പൂർണ്ണമായും അടഞ്ഞു കഴിഞ്ഞിരുന്നു. തകർന്നു വീഴുന്ന കരിങ്കൽ കഷ്ണങ്ങളിൽ നിന്ന് ഉണ്ണിയെയും സേതുവിനെയും കാക്കാൻ കൈപ്പത്തി വേലു തൻ്റെ കരുനൊച്ചിവടി വായുവിൽ വീശി ഒരു പ്രതിരോധ വലയം തീർത്തു. പക്ഷേ മുത്തശ്ശിയുടെ ആസുര ശക്തിക്ക് മുന്നിൽ ആ പഴയ വിദ്യകൾ ഓരോന്നോരോന്നായി പരാജയപ്പെടുകയായിരുന്നു. ചുവപ്പു നിറത്തിൽ തിളച്ചു മറിയുന്ന വെള്ളത്തിന് മുകളിൽ നിന്ന് മുത്തശ്ശിയുടെ അട്ടഹാസം നിലവറയെ പിടിച്ചു കുലുക്കി. നിങ്ങളുടെ സമയം അവസാനിച്ചു കുട്ടികളെ. പുറത്ത് എൻ്റെ കരിനിഴലുകൾ ഈ ഗ്രാമത്തെ വിഴുങ്ങിക്കഴിഞ്ഞു. മുത്തശ്ശി ക്രൂരമായി ചിരിച്ചു. മാമ, നമുക്കിവിടുന്ന് പുറത്ത് കടന്നേ പറ്റൂ. എൻ്റെ അമ്മയും അച്ഛനും നാട്ടുകാരും എല്ലാവരും പുറത്തുണ്ട്. സേതുവിൻ്റെ കണ്ണുകൾ കണ്ണീരും ദേഷ്യവും ഒരുമിച്ച് വന്നു. ഈ വാതിൽ തകർക്കാൻ നമ്മുടെ ശക്തിക്ക് കഴിയില്ല സേതു. വേലു ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ നീലക്കൊടുവേലിക്ക് കഴിയും. അതിൻ്റെ വെളിച്ചം ഈ ചുവരുകൾ ഭേദിച്ച് പുറത്തേക്ക് ഒഴുകണം. അതിനായി ആ ചെപ്പ് തുറക്കൂ. സേതു ഒട്ടും സമയം കളയാതെ ജലസംഭരണിയുടെ നടുവിലെ കരിങ്കൽ തറയിലേക്ക് വീണ്ടും ചാടിയിറങ്ങി. തിളയ്ക്കുന്ന ചുവന്ന വെള്ളം അവൻ്റെ കാലുകളെ പൊള്ളിച്ചെങ്കിലും അവനത് വകവച്ചില്ല. ഉണങ്ങിയ വേരുകൾക്കിടയിലിരുന്ന ആ പഴയ ചെപ്പ് അവൻ കൈക്കലാക്കി. അതിൽ വിചിത്രമായ ഒരു നാഗമുദ്ര പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സേതു ആ ചെപ്പ് ബലമായി തുറന്നു. അത്ഭുതമെന്ന് പറയട്ടെ, അതിനുള്ളിലുണ്ടായിരുന്നത് മറ്റൊരു പൂവോ വിത്തോ ആയിരുന്നില്ല. മറിച്ച് തെളിഞ്ഞ നീല നിറത്തിലുള്ള ഒരു പുരാതനമായ കണ്ണാടിയായിരുന്നു. വിരിഞ്ഞു വരുന്ന നീലക്കൊടുവേലിയുടെ വെളിച്ചം ആ കണ്ണാടിയിൽ പതിച്ച നിമിഷം അത് 1000 മടങ്ങ് ശക്തിയോടെ പ്രതിഫലിക്കാൻ തുടങ്ങി. ഇല്ല, അതടയ്ക്കൂ, മുത്തശ്ശി ഭയത്തോടെ നിലവിളിച്ചു. ആ നീലപ്രകാശം തട്ടിയ ഇടങ്ങളിലെല്ലാം അവളുടെ കറുത്ത പുകമറ ഉരുകിപ്പോകാൻ തുടങ്ങി. സേതു ആ കണ്ണാടി മുത്തശ്ശിയുടെ രൂപത്തിന് നേരെ തിരിച്ചു. കരിങ്കൽ നിലവറയ്ക്കുള്ളിൽ വെളിച്ചത്തിൻ്റെ വലിയൊരു സ്ഫോടനം തന്നെ നടന്നു. ചോര നിറത്തിലുള്ള ചുവപ്പ് വെളിച്ചത്തെ പൂർണ്ണമായും തുരത്തിക്കൊണ്ട്
നീല വെളിച്ചം വീണ്ടും നിലവറയെ കീഴടക്കി. മുത്തശ്ശിയുടെ ആത്മാവ് ആ വെളിച്ചത്തിൽ വെന്തുരുകി വലിയൊരു ചാരക്കൂമ്പാരമായി ജലസംഭരണിയിലേക്ക് വീണു. അതേസമയം കണ്ണാടിയിൽ നിന്ന് പുറപ്പെട്ട പ്രകാശകിരണങ്ങൾ നിലവറയുടെ കട്ടിയേറിയ കരിങ്കൽ ചുവരുകളെ തുളച്ചു കയറി മുകളിലേക്ക് പാഞ്ഞു. പുറത്ത് പറ്റി വരണ്ട കുളത്തിന്റെ കരിങ്കൽ വാതിൽ വലിയൊരു ശബ്ദത്തോടെ തനിയെ തുറക്കപ്പെട്ടു. സേതുവും ഉണ്ണിയും വേലുവും ചേർന്ന് ആ കരിങ്കൽ പടവുകളുടെ മുകളിലേക്ക് പാഞ്ഞു. അവർ കുളക്കരയിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. നിലവറയിൽ നിന്ന് പുറത്തേക്കുയർന്ന നീലപ്രകാശം ആകാശത്തെ കറുത്ത മേഘങ്ങളെ തുരത്തിക്കൊണ്ട് ഗ്രാമം മുഴുവൻ ഒരു വലിയ കുട പോലെ പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ്. പന്തങ്ങളുമായി നിന്ന ഗ്രാമവാസികൾ ആ വെളിച്ചത്തിലേക്ക് നോക്കി കൈകൾ കൂപ്പി നിന്നു. പക്ഷേ സന്തോഷം നീണ്ടു നിന്നില്ല. പെട്ടെന്ന് കുളത്തിനടിയിൽ നിന്ന് വീണ്ടും ഒരു വലിയ ഭൂചലനമുണ്ടായി. നിലവറ പൂർണ്ണമായും തകർന്നടിയാൻ തുടങ്ങിയിരുന്നു. അതിലുപരി സേതുവിൻ്റെ കയ്യിലിരുന്ന ആ മാന്ത്രിക കണ്ണാടിയിൽ ഒരു ചെറിയ വിള്ളൽ വീഴുന്നത് അവർ കണ്ടു. ആ വിള്ളലിലൂടെ കറുത്ത നിഴലിൻ്റെ ഒരു ചെറിയ അംശം പുറത്തേക്ക് അരിച്ചു കയറാൻ തുടങ്ങിയിരുന്നു.